കൃഷിയും വേർപെടുത്താനാകാത്ത പരസ്പര പൂരകങ്ങളാണ്. മണ്ണിന്റെ മണമുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. കൃഷിയെയും കാർഷിക മൃഗങ്ങളെയും ദൈവികമായി പരിപാലിക്കുന്നതിന്റെ ഉറവിടം ഇവിടെ നിന്ന് തന്നെ. നിലമുഴുന്ന കാളകളെ രോഗപീഠകളിൽ നിന്ന് സംരക്ഷിക്കാനും നിറഞ്ഞ വിളവിനും കാളരൂപങ്ങളെ ദേശത്തെ ആരാധനാമൂർത്തിക്ക് മുൻപിൽ സമർപ്പിക്കുന്ന ആചാരങ്ങൾ ഈ പാതയെ പിൻപറ്റി ഉയർന്നു വന്നതാണ്. കാളക്കല്യാണം എന്ന ചടങ്ങും ഇതുമായി ബന്ധപ്പെട്ടത് തന്നെ. അതിലേറ്റവും പ്രധാനം ദേവിയെ സ്തുതിച്ചുള്ള പാട്ടാണ്. പൂർവികരായിട്ട് കൊണ്ടുവരുന്നൊരു ചടങ്ങാണ്. പിന്നെ കാളക്കല്യാണം, കുതിരക്കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ കഴട്ടക്കാല് കുതിര കെട്ടുക, അത് അതിൻ്റെ തലേ ദിവസം എല്ലാ വീടുകളിലും ഇരുന്ന് ഇങ്ങനെ കുതിര അതേമാതിരി കെട്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ അതേമാതിരത്തെ തോറ്റമ്പാട്ട് പാടുക. അതാണ് അതിൻ്റെ ഇത്. അതേമാതിരി തന്നെയാണ് ഇപ്പം നമ്മൾ പിന്നെ ഇവിടെ കാളക്കല്യാണമായിട്ട് ഒരു ഐതിഹ്യമായിട്ട് കാണുന്നത്. ഇതൊരു വിശ്വാസത്തിൻ്റെയും ഒരു സമർപ്പണത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു പുതുതലമുറ ഇത്തരത്തിലുള്ള ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് സമൂഹത്തിലൊരു മെസ്സേജ് കൊടുക്കുക എന്നുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ട് തന്നെയാണ് ഞങ്ങളുടെ അടുത്ത തലമുറ ഇതുപോലെ തന്നെ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസവും. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. ഈ കാളക്കല്യാണത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അരുൺ അമൃതനാഥ് നമ്മളോട് പറയും. അരുൺ, കാലം എത്ര കഴിഞ്ഞാലും ആചാരങ്ങളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ളവരല്ലേ? അത് തന്നെയാണ് ഈ കാളക്കല്യാണവും. പുതിയ തലമുറയും അതിലോട് ആ ആചാരത്തോടൊക്കെ ചേർന്ന് ജീവിക്കുന്നു അല്ലേ? തീർച്ചയായും സന്ധ്യ, ഇതൊരു വീണ്ടെടുപ്പ് കൂടിയാണ്. കാലാകാലങ്ങളായുള്ളൊരു ആചാരമായിരുന്നു, ചടങ്ങായിരുന്നു, അത് നിർത്തിവെച്ചതായിരുന്നു. വീണ്ടും ഈ യുവതലമുറയുടെ പങ്കാളിത്തം കൂടിയാണ് പ്രധാനം ഇത്തരം ആചാരങ്ങളൊക്കെ വീണ്ടെടുക്കുന്നതിൽ. ഈ കാളക്കല്യാണം എന്ന പേര് കേൾക്കുമ്പോൾ ഒരു കൗതുകമായിരിക്കും അല്ലേ, അതെന്താണെന്നൊക്കെ അറിയാം. പക്ഷേ ഈ കൗതുകത്തിനും അപ്പുറം അത് മണ്ണും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധമാണ്. അത്തരത്തിലുള്ള പൈതൃകവും പാരമ്പര്യവും നിറഞ്ഞ ഒരു ആചാരം കൂടിയാണ്. ഈ താനൂർ മുക്കോല എന്ന് പറയുന്ന പൂരപ്പറമ്പ് ക്ഷേത്ര ഉത്സവത്തിൻ്റെ ഭാഗമായാണ് ഈ കാളക്കല്യാണം എന്ന ചടങ്ങ് ആചരിക്കുന്നത്. ഇത് ഈ കാർഷിക വൃദ്ധിക്കും സമൃദ്ധിക്കും ഈ നല്ല വിളവിനുമൊക്കെ വേണ്ടിയിട്ട് ഈ കർഷകർ ഈ കാളകളെ ദേവിക്കായി സമർപ്പിക്കുക എന്നുള്ളതാണ് ഈ ചടങ്ങ്. അങ്ങനെ ആചരിച്ചു വരുന്ന ഒരു ചടങ്ങായിരുന്നു ഇത്. അത്തരത്തിൽ വർഷങ്ങൾ ഇടവിട്ട് ഇത് അന്യം നിന്നുപോയി. അങ്ങനെ വീണ്ടും തിരിച്ചു വരുമ്പോൾ അവിടെ ആ ഒരു പ്രദേശത്ത് എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഉത്സവാന്തരീക്ഷം ഉണ്ടല്ലോ, അത് വളരെ ഒരു പോസിറ്റിവിറ്റിയാണ്. ഈ തോറ്റമ്പാട്ടാണ് ഈ ദേവിക്കായി സ്തുതി പാടുന്ന തോറ്റമ്പാട്ടുണ്ട്. അതാണ് അവിടുത്തെ പ്രധാനമെന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ താളത്തിനൊപ്പം ഒരു നാടൊന്നാകെ ഒന്നിച്ച് വന്ന് ഈ തോറ്റമ്പാട്ടിനായി ചുണ്ടനക്കുന്ന എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരുമയുടെ സന്ദേശം കൂടി ഈ കാളക്കല്യാണം നൽകുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. അത്തരത്തിൽ ഈ വീണ്ടെടുപ്പിൻ്റെ, ഈ ഒത്തൊരുമയുടെ, ഈ ഐക്യത്തിൻ്റെ, മനുഷ്യനും മണ്ണും തമ്മിലുള്ള ബന്ധത്തിൻ്റെ സന്ദേശം വിളിച്ചുകൊണ്ടുമ്പോൾ ഒരു സ്നേഹത്തിൻ്റെ കാഴ്ച തന്നെയാണ് താനൂർ മുക്കോലയിൽ ഈ കാളക്കല്യാണത്തിൻ്റെ കാഴ്ച എന്ന് പറയുന്നതാണ്. അത്തരത്തിലുള്ള ആചാരങ്ങളും വൈവിധ്യങ്ങളും നിറഞ്ഞതാണ് നമ്മുടെ നാട്. ഈ വൈവിധ്യത്തിലൂടെ നൽകുന്നൊരു സന്ദേശമുണ്ട്. അത് ഈ പറഞ്ഞവയുടെ എല്ലാം കൂടിയാണ്. അത് തന്നെയാണ് ആ കാഴ്ചയാണ് എനിക്ക് അവിടെ പോയപ്പോഴും കാണാൻ സാധിച്ചത്. സന്ധ്യ. ശരി അരുൺ. അരുൺ പറഞ്ഞതുപോലെ തന്നെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വൈവിധ്യങ്ങളും ഒക്കെ നിറഞ്ഞതാണ് നമ്മുടെ നാട്. താനൂർ പൂരപ്പറമ്പ് ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് ഇങ്ങനെ കാളക്കല്യാണം നടക്കുന്നത്. ഇടയ്ക്ക് മുറിഞ്ഞുപോയി, പക്ഷെ വീണ്ടും ഇപ്പോഴും അവരിങ്ങനെ കാളക്കല്യാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി അരുൺ.